കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിനെ എഫക്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങളെല്ലാം വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ അമ്മ, അച്ഛൻ, നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ്, ഇവരൊക്കെ നിങ്ങൾക്ക് നല്ല ഫുഡൊക്കെ തന്ന്, ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നിങ്ങളെ നന്നായിട്ട് നോക്കി, എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളെ നന്നായിട്ട് നോക്കുന്ന ടീച്ചേഴ്സ് എനിക്കും ഉണ്ടായിരുന്നു. പേരൻസിനെ പോലെ നമ്മളെ കെയർ ചെയ്യുന്ന ടീച്ചേഴ്സ്. അപ്പൊ അങ്ങനെ കൊണ്ട് നടക്കുന്ന കുട്ടികളാണ് നിങ്ങൾ, ചെറിയ കുട്ടികളാണ്. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ വളരെ എനർജറ്റിക് ആയിട്ട് ഫ്രഷ് ആയിട്ട് നല്ല ബ്രെയിനാണ് ഇപ്പൊ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ പർപ്പസ്ഫുള്ളി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ബ്രെയിനെ പറ്റി ചിന്തിക്കാം. ഇത് നിങ്ങളുടെ ബ്രെയിനിന് നല്ലതാണോ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുമോ, നിങ്ങളുടെ ബ്രെയിനെ ഇത് അഫക്ട് ചെയ്യുമോ, നിങ്ങളുടെ ചിന്തകളെ ഇത് മാറ്റുമോ എന്ന് ആലോചിച്ച് മാത്രം നിങ്ങൾ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും ഈ ഹാബിറ്റ്സ് ഉള്ള ഒരാളും ഇതുവരെ ചീത്ത കാര്യങ്ങളിൽ ചെന്ന് ചേരുക എന്നല്ലാതെ, ഞാൻ ഈ പറഞ്ഞ പോലെ പോലീസ് കേസ് അത് ഇത് ഓരോ പ്രശ്നങ്ങളിലാവുക എന്നല്ലാതെ നല്ല കാര്യങ്ങളാരും ഇതുവരെ നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല. ഇതുപോലെ ഇതുപോലത്തെ ഹാബിറ്റ്സ് ഉള്ളവരൊക്കെ ആയിരിക്കും ഇങ്ങനെ വരുന്നത് എപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ സ്കൂളിൽ വരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളെല്ലാവരും മുടി രണ്ടായിട്ട് കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കത് സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾക്കും ഇതുപോലെ തന്നെ നമ്മുടെ മുടി രണ്ടായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കത് കാരണം ക്ലാസ്സിൽ കെട്ടില്ല, പിന്നെ രണ്ടായിട്ട് കെട്ടണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ എപ്പോഴും അങ്ങനെ വരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിന്തിക്കും, അയ്യോ ഞങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ മുടി രണ്ടായിട്ട് കെട്ടുന്നത്, രാവിലെ അത് ഭയങ്കര പാടല്ലേ, രണ്ടായിട്ട് കെട്ടണം, റിബൺ വയ്ക്കണം, അതെന്താ നമ്മൾ വേറൊരു ഹെയർ സ്റ്റൈൽ ചെയ്താൽ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അത് ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല, പിന്നീടാണ് മനസ്സിലായത്. അതുപോലെ നമ്മുടെ ഡ്രസ് കോഡ്, നമുക്കൊരു യൂണിഫോം ഉണ്ട്. ഞങ്ങൾക്ക് ഗ്രീൻ സ്കേർട്ടും വൈറ്റ് ഷർട്ടും ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഡ്രസ് കോഡൊക്കെ ഇതുപോലെ ഇവിടെ എന്തിനായിരിക്കും ടീച്ചേഴ്സ് നമ്മളെ ശീലിപ്പിക്കുക? അതൊരു സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. കാരണം നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് നമ്മളെ അടിച്ചമർത്തി, ടീച്ചേഴ്സ് നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ ഒരിക്കലും ഡിസിപ്ലിനെ കാണരുത്. ടീച്ചർ പറയാണ് മുടി രണ്ടായിട്ട് കെട്ടിക്കൊണ്ട് വരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാം. കാരണം ഇത് നിങ്ങൾക്ക് ഭാവിയിലെ ജീവിതത്തിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ പല കോളേജിലും ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവിടെയൊക്കെ വളരെ വലിയ റൂൾസ് ഒക്കെ കാണും. അപ്പൊ നിങ്ങൾ ഇത്രയും ഇങ്ങനെ ശീലിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വേറൊരു റൂള് ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അവിടെ അത് സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ ജീവിതത്തിൽ സെൽഫ് ഡിസിപ്ലിൻ, കാരണം നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതെ ഈ സെൽഫ് ഡിസിപ്ലിനിൽ എന്തൊക്കെ വരും? കാരണം നമ്മൾ അപ്പോൾ ഈ ധർമ്മപരമായ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ, നമുക്ക് ശരിയാണെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. മറ്റുള്ളവർക്ക് തിന്മ ഒന്നും നമ്മൾ ചെയ്യില്ല, മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. നമ്മളെ തന്നെ നമ്മൾ നല്ല ആഹാരം മാത്രമേ കഴിക്കത്തുള്ളൂ, നമുക്ക് ബാഡ് ഹാബിറ്റ്സ് കാണുന്നില്ല, ഒരു ടൈം ടേബിൾ ഉണ്ടാവും. അതൊക്കെ ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ലോകത്തില് വലിയ ആൾക്കാർ അല്ലെങ്കിൽ ജീവിത വിജയം വന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും ഈ സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ ജീവിത വിജയം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണലി ഭയങ്കര ഹൈ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഹൈ ആവാൻ പറ്റില്ല എന്ന് വെച്ച് ജീവിത വിജയം വന്നില്ല എന്നല്ല. ജീവിത വിജയം വരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ജീവിത വിജയം നേടി എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ സമാധാനപരമായിട്ട് സന്തോഷമായിട്ടും ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് നിങ്ങളെ ആ ഒരു രീതിയിൽ വളർത്തി അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞ് അവർക്ക് എഡ്യൂക്കേഷണലി അവർ വളരെ ക്വാളിഫൈഡ് ആവണമെന്നില്ല, ഫിനാൻഷ്യലി അവർ ക്വാളിഫൈഡ് ആവണമെന്നില്ല. അപ്പോൾ അതല്ല ജീവിത വിജയം. ജീവിത വിജയം എഡ്യൂക്കേഷൻ വേണം, നമുക്ക് ബേസിക് എഡ്യൂക്കേഷൻ വേണം. ഓക്കെ, നമ്മൾ എഡ്യൂക്കേഷണലി വളരെ വലിയ എഡ്യൂക്കേഷൻ എടുക്കുവാണെങ്കിൽ നല്ല കാര്യം. പക്ഷെ എപ്പോഴും എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റില്ല, അല്ലേ? എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പല പൊസിഷനിലല്ലേ നമ്മുടെ റാങ്ക് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റുന്നില്ല എങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പറ്റുന്ന പോലെ മാക്സിമം പഠിക്കാം. എന്തിനാണ് ഇപ്പം നിങ്ങൾ ചിലവർക്ക് പഠിക്കുന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഡാൻസ് അതുപോലത്തെ വേറെ പാഷനായിരിക്കും ഇൻട്രസ്റ്റ്. നിങ്ങൾ അത് ചെയ്യണം, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ വേണം. എന്തിനാണ് നിങ്ങൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ? കാരണം നിങ്ങൾ ഇരിക്കുന്ന ഇപ്പം ഇതിൽ ഇരിക്കുന്ന കുട്ടികളിൽ ഒരാൾ ഒരു ഭാവിയിൽ ഒരു മ്യൂസിക് ഡയറക്ടറായി നിങ്ങൾ വെക്കാം. ഇപ്പോൾ ഒരു AR റഹ്മാൻ പോലെ മ്യൂസിക് ഡയറക്ടറായിട്ട് വെച്ചോ. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ വേണം. ഇപ്പം നിങ്ങൾ ഈ 10th-ലും 8th-ലും സ്കൂളിൽ പഠിക്കുന്ന ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രിൻസിപ്പൽ നിങ്ങൾക്കിപ്പോൾ ഒരു സൗണ്ട് എഞ്ചിനീയർ ആയെന്ന് വെച്ചു. അപ്പം നിങ്ങൾക്ക് അതിൽ ഫിസിക്സ് വേണം. നിങ്ങൾ സൗണ്ട് എഞ്ചിനീയറിംഗ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് ഉറപ്പായിട്ടും വേണം. ഇപ്പോൾ മാത്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സൈൻ, കോസ്, ടാൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ട് ജീവിതത്തിൽ കാര്യമൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മൾ ഈ സൈൻ, കോസ്, ടാൻ എന്നൊക്കെ പഠിക്കുക. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മാത്സിൽ വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ടീച്ചർ ആദ്യം പഠിപ്പിച്ചു തരും, പിന്നെ നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ തന്നെ പഠിക്കും, പിന്നെ നമുക്ക് പ്രോബ്ലം വരും.
ചെയ്യുന്ന സമയത്ത് തനിയെ ചെയ്യാൻ പറ്റും. മാത്സ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ജീവിതത്തിൽ? ഈ സൈൻ ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രയോജനമാണ് ഇത് പഠിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത്? കാരണം നമ്മൾ മാത്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. നിങ്ങൾക്കറിയാം, അതിനകത്ത് ബ്രെയിനകത്ത് ഒരുപാട് ന്യൂറോൺസ് ഉണ്ട് അല്ലേ? ന്യൂറോൺസ് ഉണ്ട് ബ്രെയിനകത്ത്. അപ്പോൾ ഈ ന്യൂറോണൽ കണക്ഷൻസ് ഓരോ മാത്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്സ് പഠിക്കുന്ന ഒരു ആളുടെ ന്യൂറോൺസ് വളരെ ഡെവലപ്ഡ് ആയിരിക്കും, ബ്രെയിൻ വളരെ ഡെവലപ്ഡ് ആവും. അപ്പോൾ അതാണ് മാത്സിന്റെ ഇമ്പോർട്ടൻസ് ലൈഫിൽ. ഇപ്പോൾ എന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ല മാത്സിൽ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മാത്സ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു വേസ്റ്റായി പോകുന്നില്ല ജീവിതത്തിൽ. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ മാത്സ് വളരെ നന്നായിട്ട് സ്വാധീനിക്കും. അതുപോലെ ഇപ്പോൾ ഫിസിക്സ്, ചിലർക്ക് ഫിസിക്സ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ എടുക്കുന്ന വേറെ പ്രൊഫഷനാണല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഫിസിക്സ് പഠിക്കുന്നത്? അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ മെഡിസിനകത്ത് ഞങ്ങൾക്ക് ഫിസിക്സ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഫിസിക്സ് എല്ലായിടത്തും വരുന്നുണ്ട്. കാരണം ഫിസിക്സ് ഒരു നേച്ചറിന്റെ സയൻസ് ആണ്. ഫിസിക്സ് എന്നെ പഠിപ്പിച്ച ഫിസിക്സ് റിനി എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങൾ വളരെ നന്നായിട്ട് ഫിസിക്സ് പഠിപ്പിക്കും. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫിസിക്സ് പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും വളരെ നന്നായിട്ട് ഫിസിക്സ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പം ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞു കസിൻ എങ്ങാണ് നിങ്ങളോട് ചോദിക്കുകയാണ് റെയിൻബോ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അല്ലേ? അതെ, ഇപ്പം നിങ്ങൾ പറയാൻ ചോദിക്കുമ്പോഴേ നിങ്ങൾ പറയും. അപ്പം നിങ്ങൾ ഈ ഫിസിക്സ് പഠിക്കാതെ റെയിൻബോ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് നിങ്ങളിങ്ങനെ ഈ ഇന്റേണൽ റിഫ്ലക്ഷൻ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇന്റേണൽ റിഫ്രാക്ഷൻ ഡിസ്പെർഷൻ. അപ്പൊ അങ്ങനെയാണ്. അത് ഫിസിക്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് റെയിൻബോ ഉണ്ടാവുന്നത്. കാരണം നാളെ നിങ്ങൾ ഇവിടെ നിന്ന് 10th കഴിഞ്ഞ് ഇറങ്ങി ഒരു കസിൻ ചോദിക്കുക റെയിൻബോ എങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അറിയില്ല, അത് ഫിസിക്സ് ആണ്. അപ്പോൾ ഈ ഫിസിക്സ് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ നിങ്ങൾ C.V. രാമൻ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ രാമൻ എഫക്റ്റ് പഠിച്ചിട്ടുണ്ടോ? ഈ രാമൻ എഫക്റ്റ് നമുക്ക് എങ്ങനെയാ? എനിക്ക് അറിയാവുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമ്മൾ മെഡിസിനിൽ ചെയ്യും. നമ്മൾ ഈ വൈറസ് ഒക്കെ ഏത് വൈറസ് ആണ് ഇൻഫെക്ട് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യും. അപ്പൊ അതിനകത്ത് C.V. രാമൻ എഫക്റ്റ് ആണ് അവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ ഏത് സബ്ജക്റ്റ്, ഇപ്പൊ അതുപോലെ ഹിസ്റ്ററി പഠിക്കുവാണെങ്കിൽ, കാരണം ഞാൻ പറയാൻ കാരണം നമ്മൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഇത് പഠിച്ചിട്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ബോർ ടോപ്പിക് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ തോന്നും. അപ്പൊ നമ്മൾ ഈ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്ന ബാബുക്കുട്ടി സാറാണ്. അപ്പൊ സാർ ഇപ്പോഴും പഠിപ്പിച്ച ഹിസ്റ്ററിയിലെ പല കാര്യങ്ങളും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ നമ്മൾ ഹിസ്റ്ററി പഠിച്ചാൽ മാത്രമേ അതിനകത്ത് ഈ വിമൻ എംപവർമെന്റ് ഒക്കെ പറയുന്നുണ്ട്, സതി. അപ്പൊ നമുക്ക് ഹിസ്റ്ററിയിൽ ആരൊക്കെ എങ്ങനെയൊക്കെ സോഷ്യൽ റിഫോർമേഷൻ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞാൽ മാത്രമേ നാളെ നിങ്ങളാണ് സോഷ്യൽ റിഫോർമേഷൻ ഉണ്ടാക്കുന്നത് അല്ലെ? നിങ്ങളിൽ പലരും ഓരോ സംഘടനകളുടെ ഹെഡാവും. നിങ്ങൾ വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. കുറച്ച് പേര് രാഷ്ട്രീയത്തിൽ പോകുമായിരിക്കും. അങ്ങനെ വലിയ വലിയ തലങ്ങളിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ബേസിക് ഹിസ്റ്ററി അറിയണം. നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെ പല രാജ്യത്തുള്ള ബേസിക് ഹിസ്റ്ററി നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അതുപോലെ ഓരോ സബ്ജക്റ്റിനും ഞാൻ ഈ പറഞ്ഞ പോലെ, അതുപോലെ ഇംഗ്ലീഷ് ആയാലും മലയാളം പഠിക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടും. അപ്പം നമ്മളൊരു പോയം പഠിക്കുന്ന സമയത്ത് നമ്മൾ തോന്നും നമ്മൾ എന്തിനാണ് ഈ പോയം ഇങ്ങനെ ഫുൾ പഠിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ഓരോ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇത്. ഇപ്പൊ ഡിസിപ്ലിന്റെ കാര്യം പറഞ്ഞു. സബ്ജക്ട് ബേസിക് എഡ്യൂക്കേഷൻ വേണം. കാരണം നമുക്കറിയാം നിങ്ങളെല്ലാവരും ഗേൾസ് ആണ്. അപ്പോൾ നാളെ നിങ്ങൾ ഏത് പ്രൊഫഷൻ എടുക്കും നമുക്കറിയില്ല. ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഏത് പ്രൊഫഷൻ നിങ്ങൾ എടുത്താലും, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഡാൻസർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ടാണ് ഇഷ്ടമുള്ളെങ്കിൽ ആ പാഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പോവാം. ഫാഷൻ ഡിസൈനർ ആവണമെങ്കിൽ അത് അങ്ങനെ പോവാം. നിങ്ങൾക്ക് ഏത് ഫീൽഡ് പൈലറ്റ് ആവണമെങ്കിൽ പൈലറ്റ് ആവാം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്കൂളിൽ നിന്ന് അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ചിലർക്ക് വായിക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അവരെപ്പോഴും ഈ സിവിൽ സർവീസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ബാക്കി എല്ലാവരും എഴുതുന്നു, അവർക്ക് കിട്ടുന്നപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ സ്കൂൾ അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് സിവിൽ സർവീസും നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്താലും നമുക്ക് ഒരു ബേസിക് എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. ബേസിക് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപോലെ പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ ചിലതൊന്നും എനിക്ക് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ പഠിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ പേരൻസ് നിങ്ങളെ സ്കൂളിൽ എന്തായാലും വിട്ടേക്കും. അപ്പൊ നമുക്ക് പേരൻസിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലെ? അവര് നമ്മളെ രാവിലെ വിടുന്നു, അപ്പൊ അവര് നന്നായി നോക്കുന്നു. അപ്പൊ ഈ പേരൻസിനെ നമ്മൾ അവർക്ക് അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതെപ്പോഴും നിങ്ങളുടെ മാർക്സ് കൊണ്ട് ആവണമെന്നില്ല. നിങ്ങളെ പോലെ പറ്റുന്ന പോലെ, പക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തിട്ട് വേണം നിങ്ങൾ എപ്പോഴും പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് പഠിക്കാൻ അധികം കഴിവില്ല എങ്കിലും നിങ്ങളുടെ ബെസ്റ്റ് അവിടെ കൊടുക്കുക. നിങ്ങളെപ്പോൾ കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ പേരൻസിന് സന്തോഷവും നിങ്ങളുടെ ടീച്ചേഴ്സിന് സന്തോഷവും. ഒരു ടീച്ചർ നിങ്ങളോട് പറയത്തില്ല എല്ലാവരും ഫസ്റ്റ് മേടിക്കണം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ പഠിക്കുക, അത് നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ അതാണ് അതിന് പിന്നെ ഞാൻ
ഫ്രണ്ട്സിന്റെ കാര്യം പറയാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ബുള്ളിയും ഗ്രൂപ്പ് ഫ്രണ്ട്സ് കാണും. നിങ്ങളെപ്പോഴും നിങ്ങൾ ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല കുട്ടികളെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നല്ല ക്ലോസ് ആയിട്ട് സിൻസിയർ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ടീച്ചർ പോയതിനു ശേഷം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. നിങ്ങളും അത് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നമ്മുടെ നല്ല ഫ്രണ്ട്സ് എന്താ ചെയ്യുക, കൂടുതൽ നമ്മളോട് വന്ന് ഡിസ്കസ് ചെയ്യും. എക്സാമിനൊക്കെ പോകുന്നതിന് മുന്നേ ചിലത് നമ്മൾ മറന്നു, അപ്പൊ നമ്മൾ ഓടിപ്പോയി ഫ്രണ്ട്സിന്റെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങളൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ട് നടക്കണം. കാരണം കുറച്ച് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫ്രണ്ട്സ് നിങ്ങൾക്ക് നല്ല, അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് നിങ്ങൾ അതിനനുസരിച്ച് പെരുമാറണം. അവരെ അതുപോലെ സ്നേഹത്തോടെ അവരെ അതുപോലെ ഹെൽപ്പ് ചെയ്ത്, അതുപോലെ പഠിക്കുന്ന കാര്യത്തിൽ ഹെൽപ്പ് ചെയ്ത്, അവർക്ക് ഒരു സബ്ജക്റ്റ് ടഫ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് പറഞ്ഞു കൊടുത്ത്. അപ്പൊ അതാണ് ഫ്രണ്ട്സിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഞാൻ ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞു, ഫ്രണ്ട്സ്, സ്കൂൾ അറ്റ്മോസ്ഫിയർ. അതുപോലെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ നടത്തിയിരുന്ന കാര്യം പ്രെയർ മീറ്റിംഗ് ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴുണ്ടോ പ്രെയർ മീറ്റിംഗ് ഉണ്ടോ? ഞങ്ങൾക്ക് എല്ലാ ഫ്രൈഡേ ആയിരുന്നു പ്രെയർ മീറ്റിംഗ്. അപ്പൊ ആ സമയത്ത് ഞങ്ങളൊക്കെ ആദ്യം ഓടി വന്നിരിക്കും ക്ലാസ്സിന് ഫ്രണ്ടിലിരിക്കാൻ പറ്റും. പ്രെയർ മീറ്റിങ്ങിന് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ പ്രെയർ മീറ്റിങ്ങിന് ടോക്കിന് പല ആൾക്കാരായിരിക്കും ഓരോ ആഴ്ചയും വരുന്നത്. അപ്പൊ ആ പ്രെയർ മീറ്റിങ്ങിന് എന്തിനാണ് ആ പ്രെയർ മീറ്റിംഗ്? ആ സമയത്ത് നമുക്കത് ഇഷ്ടമാണ് പ്രെയർ മീറ്റിങ്ങിന് പാട്ട്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ ചില കുട്ടികൾക്കുണ്ടല്ലോ, ഈ നിങ്ങൾക്ക് അറിയില്ല, കുറച്ച് പേർക്ക് കാണും ഈ ഉപദേശം കേൾക്കുന്ന അത്ര ഇഷ്ടം ഉണ്ടാവില്ല, അല്ലേ? ഉപദേശം ഇതിൽ പറയുന്നത് എപ്പോൾ വന്നാലും ഉപദേശം. എൻ്റെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് ഈ ഉപദേശം പറയുന്നത് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ അതിന് മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ യങ്ങായിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ നിങ്ങളെ ആര് ഉപദേശിക്കുന്നത്? ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളെ കൂടുതലും നിങ്ങൾക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങളായിരിക്കും അവർ ഉപദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങളെ ഈ ഉപദേശിക്കാനൊന്നും തീരെ ആളില്ലാതാവും. ഞാൻ 11th 12th പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറേ അല്ല അവിടുത്തെ ടീച്ചേഴ്സും ഇങ്ങനെയല്ല. അപ്പൊ നമ്മളെ ഭയങ്കര പാമ്പർ ചെയ്ത് കെയർ ചെയ്ത് ഭയങ്കര നന്നായിട്ടൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ട് വന്നതാണ് ഈ സ്കൂളിൽ. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് ടീച്ചേഴ്സ് ഒന്നും നമുക്ക് അപ്രോച്ചബിൾ അല്ല, അവർ ഫ്രണ്ട്ലി അല്ല, അവരൊരു അഡ്വൈസും തരില്ല, എങ്ങനെ പഠിക്കണ്ടേന്ന് പോലും പറഞ്ഞു തന്നില്ല. ശരിക്കും സത്യം പറയുകയാണ്. അപ്പൊ നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോഴാണ്, ഇപ്പൊ ഞാൻ കോളേജിന്റെ ഒരു സിൻസിയറിറ്റി, എപ്പോഴും നമ്മുടെ സ്കൂളിൽ ഉണ്ടാകുന്ന ടീച്ചേഴ്സിന്റെ ഒരു സിൻസിയറിറ്റി നമുക്കൊരു കോളേജ് ലെവലിൽ കിട്ടില്ല. നിങ്ങൾ വിചാരിക്കും ടീച്ചേഴ്സൊക്കെ എന്താ ഇങ്ങനെ പുറകെ നടന്ന് ഓരോന്ന് പറയുന്നത്? കാരണം അവർ അത്ര കെയർ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അത്രയും, കാരണം നിങ്ങൾ അത്രയും നന്നാവണം. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നോട് ഹെഡ് മാസ്റ്റർ സാർ എന്നെ ക്ലാസ് എടുത്തില്ല. ഇവിടെയുള്ള ഒരു ടീച്ചേഴ്സും എന്നെ നേരത്തെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ആ ടീച്ചേഴ്സൊക്കെ ഞാൻ ഇപ്പോൾ എന്തോ ഇവിടെ പഠിക്കുന്ന കുട്ടി എന്നുള്ള ഒരു പരിഗണനയെക്കാട്ടി കൂടുതലാണ് അവർ പറഞ്ഞത്. ഡോക്ടർ എപ്പോൾ വന്ന ക്ലാസ് ഞങ്ങൾ ഇപ്പോൾ ഉടനെ അറേഞ്ച് ചെയ്യാം. കാരണം സാറിന് ഒരുപാട് തിരക്കുണ്ട്, ഇവിടെ ടീച്ചേഴ്സിന് ഒത്തിരി തിരക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സ്കൂളിലപ്പോൾ ഉപദേശം നിങ്ങൾക്ക് ആര് തന്നാലും അത് ജസ്റ്റ് കേൾക്കാനുള്ള ഒരു ഇത് നിങ്ങൾ ഇപ്പോഴേ വളർത്തിയെടുക്കണം. അപ്പൊ പ്രെയർ മീറ്റിംഗ് ഒക്കെ പറയുമ്പോൾ സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്? കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് റിലീജിയൻ ഫോളോ ചെയ്താലും, നമ്മുടെ റിലീജിയൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ സെൽഫ് ഡിസിപ്ലിൻ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പൊ ദൈവമില്ല എന്ന് പറയുന്നവർ അത് അവർ പറഞ്ഞോട്ടെ, അത് അവർക്ക് അത്ര ഇതേ ഉള്ളൂ, ചിന്തിക്കാനുള്ള കഴിവേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഈശ്വരൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർവശക്തമായ ഒരു ശക്തി ഉണ്ട്, അല്ലെ? കാരണം നമ്മളുടെ കാട്ടിലൊക്കെ എന്തോ ഒരു ശക്തി ഉണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? എന്തോ ഒരു ശക്തി ഉണ്ട്. അപ്പൊ അതാണ് ഈശ്വരൻ. അപ്പൊ അതിനങ്ങനെ പേര് രൂപം എന്നൊന്നുമില്ല. അങ്ങനെ ഒരു ശക്തി, വലിയൊരു പോസിറ്റീവ് എനർജിയാണ് ഈശ്വരൻ. അപ്പൊ ആ ഈശ്വരനെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ് ഈ പ്രെയർ മീറ്റിംഗ്. അപ്പൊ അത് ഏത് റിലീജിയനിൽ ഉള്ള കുട്ടികൾ ഞങ്ങളെല്ലാവരും അവിടെ പോവായിരുന്നു. കാരണം ആ സ്പിരിച്വാലിറ്റിയുടെ ബേസ് കിട്ടുന്നത് അവിടെ നിന്നാണ്. ആ സ്കൂളിൽ നിന്നാണ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയുടെ ബേസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഏത് റിലീജിയൻ ഫോളോ ചെയ്താലും എപ്പോഴും ഒരു സർവശക്തനായ ഒരു ഈശ്വരന്റെ ഒരു ഇതിൽ, കാരണം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഈശ്വരൻ എന്നുള്ള ഒരു ഇത്, അല്ലെങ്കിൽ നമ്മളുടെ എബോ ഒരു പവർ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലെ? ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ ഏജ് ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഏജ് ഗ്രൂപ്പിന്റെ ഹാബിറ്റ്സിന്റെ കാര്യം, ഈ ഡിസിപ്ലിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒക്കെ നമ്മൾ എപ്പോഴും ഈ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് സ്കൂളിലെ റൂളൊക്കെ നോക്കി ഒരു ഏജ് വരെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കോളേജ്, നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ, ഞാൻ പറഞ്ഞ പോലെ ബേസിക് എഡ്യൂക്കേഷൻ കഴിയുന്ന വരെ നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്ന പോലെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം അത് പിന്നീട് നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതുപോലെ വായനയുടെ കാര്യം. ഇപ്പോൾ ഈ വായനയുടെ കാര്യം ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ഒരു ബുക്ക് വായിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിനോക്കിയോ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. പിനോക്കിയോ നിങ്ങൾ വായിച്ചാൽ പിനോക്കിയോ കേട്ടിട്ടുണ്ടോ? പിനോക്കിയോ എന്ന്
ബുക്കാണ്, നമ്മളത് ആർക്ക് വേണേൽ വായിക്കാം. പിനോക്കിയോ എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അത് വായിച്ചത്. അപ്പോൾ അതിനകത്ത് മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ബിന്യാമിനെയാണ് ഈ മരപ്പാവയ്ക്ക് വെക്കുന്നത്. അപ്പോൾ ബിന്യാമിന് അപ്പം ഈ മരപ്പാവയ്ക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനോ നല്ല കാര്യം ഏതാ ചീത്ത കാര്യം ഏതാ എന്നൊന്നും ഈ മരപ്പാവയ്ക്ക് അറിയില്ല. ബിന്യാമിനാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കൂ, അതിൻ്റെ കോൺസെപ്റ്റ് നോക്കൂ. ബിന്യാമിന് എന്ന് പറയുമ്പോൾ സ്വന്തമായി ലൈറ്റ് വെച്ച് പോകുന്ന ഒരു ജീവിയാണ് ബിന്യാമിൻ അല്ലെ. അതിന് വേറെ ലൈറ്റിൻ്റെ ആവശ്യമില്ല, അത് സ്വയം ലൈറ്റ് കാണിച്ച് അത് പോകുന്ന ഒരു ജീവിയാണ് ബിന്യാമിൻ. അപ്പോൾ ആ ബിന്യാമിനെ പോലെയായിരിക്കണം നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അത് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്, അതാണ് അതിനകത്തെ കോൺസെപ്റ്റ്. അപ്പോൾ ബിന്യാമിനാണ് ആ മരപ്പാവയെ കറക്റ്റായിട്ട് ഓരോ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്, ഓരോ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് ആ പുസ്തകം. അപ്പോൾ നിങ്ങളുടെ വായന അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ബുക്ക് വായിക്കുന്ന കൂടെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും വായിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ബുക്കാണോ ഏത് സബ്ജക്റ്റാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ അതനുസരിച്ച് ബുക്ക് വായിക്കാം. നിങ്ങളിങ്ങനെ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഭാവിയിൽ സിവിൽ സർവീസ് പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വായിച്ചിട്ടാണ് അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിവ് കിട്ടുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ മാത്സ് പഠിക്കുമ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വരുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ വായിക്കുമ്പോഴാണ് ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടുകളും പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് വായനയുടെ പ്രത്യേകത. പിന്നെ ഞാൻ പറയാൻ പറ്റില്ല, ഇപ്പം നിങ്ങൾ ഇവിടെ എല്ലാ കുട്ടികളും ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരേപോലെയുള്ള ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടികളല്ല അല്ലേ. ചിലർ വളരെ ഉയർന്ന ഫാമിലിയിൽ നിന്ന് വന്ന, സോഷ്യലി വളരെ ഉയർന്ന ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടികളുണ്ടാവും. അല്ലാതെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടികളുണ്ടാവും. തീരെ പാവം വീട്ടിലെ കുട്ടികൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ വളരെ എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് വന്നതാണെങ്കിൽ നിങ്ങളതിന് അനുഗ്രഹമായിട്ട് വിചാരിച്ചോളൂ. എപ്പോഴും നിങ്ങൾ ആരെ എടുത്ത് നോക്കുവാണെങ്കിലും നിങ്ങൾ ആരെ വലിയ വലിയ ആൾക്കാരെ നിങ്ങൾ ആരെ എടുത്ത് നമ്മളെപ്പോഴും ഒരു പൂർ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ എപ്പോഴും ജീവിതത്തിൽ വളരെ വിജയം നേടുന്നതായിട്ട് കാണും. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാമിലി പൂർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് സന്തോഷിക്കണം, ദൈവത്തിന് നന്ദി പറയണം. കാരണം ഒരു പൂർ ഫാമിലി ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോയി ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ വരുന്നത് പൂർ ഫാമിലിയിൽ വരുമ്പോഴാണ് ആ ഒരു ഇൻസ്പിറേഷൻ വരുന്നത്. അപ്പോൾ ഈ പൂർ ഫാമിലി, ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ APJ അബ്ദുൽ കലാം സാറിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകം, അതായത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളെ പറ്റിയിട്ട് അതിനകത്ത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, വലിയ വലിയ സയൻറ്റിസ്റ്റ് അങ്ങനെ എല്ലാവരും ഈ ചെറിയ ഫാമിലിയിൽ വന്നിട്ടുള്ളവരാണ് ജീവിതത്തിൽ വളരെ വലിയ സ്ഥാനത്തിൽ എത്താനായിട്ട് അവർക്ക് പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ ചെറിയ പ്രായത്തിലെ തന്നെ അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ പാരൻസിനെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരിത് ചെറിയ പ്രായത്തിലെ വരും. പിന്നെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി വെച്ചിരിക്കുന്നത്, ഒക്കെ നിങ്ങളുടെ ഈ ഏജ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ പോലെ വരുന്നതാണ് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് വരും ക്ലാസ്സിൽ അല്ലേ. കാരണം ഓരോ ആൾക്കാർക്ക് മാർക്സ് നമ്മളെക്കാട്ടി കൂടുതൽ കിട്ടുന്നു, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവായിട്ട് നമ്മൾ പഠിക്കും. ചില സമയത്ത് കോമ്പറ്റീഷൻ നല്ലതാണ്. കാരണം ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു വട്ടം നമുക്കൊരു മാർക്സ് കിട്ടി, അപ്പോൾ അടുത്ത വട്ടം നമുക്ക് അതിനെക്കാട്ടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ്. കാരണം ആ കോമ്പറ്റീഷൻ നല്ലതാണ്. കാരണം അത് പക്ഷേ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം. കാരണം മറ്റുള്ളവരോട് അവർക്ക് ദ്രോഹം ചെയ്ത് അങ്ങനെ ഒരു അസൂയ രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു സ്കൂൾ ഘട്ടത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ്റെ കാര്യം. നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടാവും കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് എപ്പോഴും വേണം. പിന്നെ ഞാൻ പറഞ്ഞതിപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിൽ, അപ്പോൾ ഞാൻ പറഞ്ഞ സെൽഫ് ഡിസിപ്ലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളിവിടെ വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും, സ്കൂളിൽ വരണം, ഇത്ര ഞാൻ പഠിക്കണം, ബാക്കി സ്കൂളിൽ പോകാത്ത കുട്ടികളൊക്കെ എൻജോയ് ചെയ്യും. നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയും ചെയ്യും. കാരണം ബാക്കിയുള്ളവരൊക്കെ അവരുടെ ആ ഒരു എന്താ പറയുക, ഈ ലോകത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ ഈ പുരാണത്തിലൊക്കെ പറയാം അതിൻ്റെ മായാശക്തി എന്നൊക്കെ പറയും. കാരണം അവിടെ ഒരു വേൾഡിലി പ്ലഷേഴ്സ് നടക്കുന്നുണ്ട് പുറത്ത്. കാരണം നമ്മൾ അതിൻ്റെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ജീവിതത്തിൽ നമുക്കൊന്നും ആവാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഒരു ഭാവിയിൽ ഒരു ഹൗസ് വൈഫ് ആവുകയെന്ന് വെച്ചു, വീട്ടമ്മ ആവണമെന്ന് വെച്ചു, ഒരു വീട്ടമ്മ ആവുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കുട്ടികളെ നോക്കണം, വീട് നോക്കണം, വീട്ടിലെ ചില ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കിച്ചണിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നോക്കണം. അപ്പോൾ നിങ്ങളൊരു വീട്ടമ്മ ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിനും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ ആ ഒരു വീട്ടമ്മ ആവുമ്പോഴും ആ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് എപ്പോഴും നമുക്ക് കീപ്പ് ചെയ്യണം. ഈ പുറത്തെ ലോകത്ത് നമ്മൾ പല കാര്യങ്ങളും കാണും, നമുക്ക് പല പ്രൊവോക്കേഷനും വരും. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ് അങ്ങനെയൊക്കെയുള്ള
പറ്റുന്ന നമ്മുടെ ബോഡിക്ക് അത് നല്ലതാണോ, എന്തെങ്കിലും ഒരു പ്രയോജനം അതിന് കിട്ടുമോ എന്ന് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കാരണം നിങ്ങൾ എല്ലാവരും ഗേൾസ് ആണ്. അപ്പം എന്താണ് ഈ ഗേൾസ് സ്കൂളിൽ ഇത്രയും കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ്? ബോയ്സിനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? കാരണം ബോയ്സിനും സെൽഫ് ഡിസിപ്ലിൻ വേണം, അവർക്കും ഇതെല്ലാം ഉണ്ട്, അവർക്കും ഇതെല്ലാം വേണം. നമുക്ക് ഗേൾസിന് മാത്രമല്ല, അവർക്കും ഇതെല്ലാം വേണം. അവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഗേൾസിന്. കാരണം ഗേൾസ് കുറച്ചും കൂടി എന്താ പറയുക, അവർക്ക് ഓൾറെഡി ഒരു ഇൻബിൽറ്റ് സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ഉള്ള ആൾക്കാരാണ് ഗേൾസ് അല്ലേ? കാരണം നമ്മുടെ സ്കൂളിൽ നിങ്ങളിപ്പം ഈ പഠിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്കൂളിൽ എത്ര അച്ചടക്കമുള്ള കുട്ടികളായിരുന്നു ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത്. കാരണം പുറത്തിറങ്ങുമ്പോൾ ശരിക്കും പുറത്തിറങ്ങുമ്പോൾ വേറെ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്കൊന്നും ഇത്ര അച്ചടക്കമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ടീച്ചേഴ്സാണ് എപ്പോഴും നമുക്ക് ഈ അച്ചടക്കം. കാരണം ഗേൾസിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഗേൾസ് എംപവർമെന്റ് എന്നൊക്കെ പറയും. ഈ ഗേൾ എംപവർമെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊരു എഡ്യൂക്കേഷൻ വെച്ചിട്ടാണ് എംപവർമെന്റ് വരുന്നത് അല്ലേ? ഇപ്പോൾ ഒരു ഗേൾ പൈലറ്റ് ആവാം, അപ്പോൾ അതൊരു പുതിയ കാര്യമില്ല. ഗേൾ പൈലറ്റ് ആവാന്ന് പറയുമ്പോൾ ഗേൾസിന് എന്തായാലും പൈലറ്റ് ആവാം, IAS ആവാം, IPS ഓഫീസേഴ്സ് ആവാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും IPS ഓഫീസേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. സയന്റിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫാഷൻ ഡിസൈനിങ്, മ്യൂസിക്, അങ്ങനെ ഏത് മേഖലകളിലും തിരഞ്ഞെടുക്കാം. ആ ഒരു ഗേൾ എംപവർമെന്റ് ആണല്ലോ നടക്കുന്നത്. നിങ്ങൾക്ക് മലാല യൂസഫിനൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു ഗേൾ എംപവർമെന്റ് നടത്തുന്ന സമയത്ത് ബേസിക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗേൾ എംപവർമെന്റ് നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സമൂഹത്തിലെ ഗേൾസിന് ഇത് കിട്ടുന്നത്? ഞാൻ പറഞ്ഞ പോലെ ഈ സെൽഫ് ഡിസിപ്ലിൻ, ഈ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതും ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതും. കാരണം നിങ്ങൾ വലുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. കാരണം നിങ്ങളുടെ ഈ ഏജിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് എല്ലാം നിങ്ങളുടെ കുറേ നടന്നിങ്ങനെ ഉപദേശങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ ആ ഒരു ഗേൾ എംപവർമെന്റ് വന്നാൽ നിങ്ങളുടെ ഒരു സക്സസ് ആയിട്ട് ഒരു പ്രൊഫഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഈ ഡ്രസ്സൊന്നും നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ആ സമയത്ത് ധരിക്കാം. കാരണം അപ്പം നിങ്ങൾക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ട്. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ആയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് റൂൾസ് ഇല്ല. പിന്നെ ആരെങ്കിലും നിങ്ങളോട് പറയുമോ മുടി രണ്ടായിട്ട് കെട്ടി റിബൺ വെച്ച് വരണം എന്ന് പറയുമോ? ഇല്ല. കാരണം അത് ആ സമയത്താണ്. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഏജാണ്. ഇപ്പോൾ ഞാൻ പണ്ട് BDS എൻട്രൻസിന് PC തോമസ് സാറിൻ്റെ സെൻറ്ററുണ്ട് തൃശ്ശൂർ. അപ്പോൾ അവിടെ പോകുമ്പോൾ സാർ ഇതുപോലെ നിങ്ങൾക്ക് ടോക്ക് എല്ലാ ദിവസവും ടോക്ക് ഉണ്ട്. അപ്പോൾ സാർ പറയും നിങ്ങൾ എൻട്രൻസിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു കൊക്കൂൺ പോലെ നിങ്ങൾ ബട്ടർഫ്ലൈയുടെ ആ ലാർവ സ്റ്റേജ് ഒക്കെ അറിയില്ലേ? കൊക്കൂണാവും, ലാർവയാവും, പിന്നെ കൊക്കൂണാവും. പിന്നെ അപ്പോൾ ഒരു കൊക്കൂൺ സ്റ്റേജിലാണ് സ്റ്റുഡൻറ് ഇരിക്കുന്നത്. കൊക്കൂൺ സ്റ്റേജിൽ ഇരിക്കുന്ന സ്റ്റുഡൻറ് എന്താ ചെയ്യില്ല? സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ കൊക്കൂൺ സ്റ്റേജിലുള്ള സ്റ്റുഡൻറ്, കാരണം കൊക്കൂൺ സ്റ്റേജിൽ ഇരിക്കുന്ന ബട്ടർഫ്ലൈ ഫുഡെല്ലാം കഴിച്ച്, കാരണം ബട്ടർഫ്ലൈ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ്, അതിൻ്റെ തൊട്ട് മുന്നിലാണ് കൊക്കൂൺ സ്റ്റേജ് ആയിട്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ് അങ്ങനെ ഒരു കൊക്കൂൺ സ്റ്റേജ്. അപ്പോൾ ആ സമയത്ത് സാറ് നിങ്ങളോട് നിങ്ങൾ കൊക്കൂൺ സ്റ്റേജിലായിരിക്കണം എൻട്രൻസിൽ പഠിക്കുമ്പോൾ. കാരണം ഭയങ്കര കോമ്പറ്റീഷനാണ്. നിങ്ങൾ ഏത് എക്സാം എടുത്തോ, ഏത് എക്സാം എഴുതുമ്പോഴും ഭയങ്കര കോമ്പറ്റീഷനാണ്. കാരണം എല്ലാവരും മിടുക്കരാണ്. അത്ര നന്നായി നമ്മൾ കോമ്പറ്റീഷൻ ചെയ്താലേ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഞാൻ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രൊഫഷൻ വേറെയാണെങ്കിൽ അവിടെ കൊണ്ട് കോമ്പറ്റീഷൻ ഏത് പ്രൊഫഷനായിരുന്നു. അപ്പോൾ ഈ കൊക്കൂൺ സ്റ്റേജിലായിരിക്കുന്ന പോലെ നിങ്ങൾ സ്കൂളിലാണ്. കാരണം ഇവിടെ പറയുന്ന റൂൾസ് അതുപോലെ നിങ്ങൾ കേൾക്കാനായിട്ട് അത് നിങ്ങൾക്ക് ഭാവിയിലാണ് അതിൻ്റെ പ്രയോജനം വരുന്നത്. യൂണിഫോമിൻ്റെ കാര്യമായാലും അങ്ങനെ. അപ്പോൾ ആ ഒരു കൊക്കൂൺ സ്റ്റേജിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എന്താ പറയുക കളർഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ആയിട്ട് ഇവിടുന്ന് ഇറങ്ങാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാൻ? വലിയ ഹൃദയ ഏവം നിത്യം വിദ്യാഭ്യാസ സർവ്വധന പ്രധാനം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർക്ക് നമ്മുടെ കയ്യിൽ മോഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. രാജാക്കന്മാർ അല്ലെങ്കിൽ അത്ര പിന്നെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾക്ക് നമ്മളുടെ അടുത്ത് നിന്ന് അവരുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നമ്മളുടെ അടുത്ത് നിന്ന് മോഷ്ടിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ ബ്രദർ സിസ്റ്റർ സിബ്ലിങ്സിൻ്റെ ഇടയിൽ നമുക്കത് ഡിവൈഡ് ചെയ്തെടുത്തുകൊണ്ടും ആരും പോകത്തില്ല. പിന്നെ അതായത് നമുക്ക് അത് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്കതിൻ്റെ ഭാരവും അനുഭവപ്പെടത്തില്ല. എന്നാൽ നമ്മൾ കൊടുക്കുന്നതോടും കൂടി വരുന്ന ഒരു വസ്തുവാണ്, ഒരു വെൽത്താണ്. അപ്പോൾ അത് അതായത് വിദ്യാഭ്യാസ സർവ്വധന പ്രധാനം എന്നുള്ള മലയാളത്തിൽ അത് ഈ സാൻസ്ക്രിറ്റ് വേഴ്സിൽ നിന്നാണ് അത് വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോളജ് ഏത് സബ്ജക്റ്റിലായാലും നോളജ് ഉണ്ടോ അത് നമ്മുടെ കള്ളന്മാരെടുത്തോണ്ട് പോകില്ല. കാരണം അത് നമ്മുടെ പെർമനൻറ്റ് വെൽത്താണ്. നമുക്ക് പൈസ ഉണ്ട്, ബാക്കി നമ്മുടെ എന്ത് വെൽത്താണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരാളും ആ നോളജ് എടുത്തോണ്ട് പോകില്ല. ഈ നോളജ് വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ബേസിക് എഡ്യൂക്കേഷൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾ എവിടെ പോയാലും നമുക്കൊരു കോൺഫിഡൻസ് വരും അല്ലെ? ഒരു ബേസിക് കോൺഫിഡൻസ് ഉണ്ടാവും. ആ ബേസിക് കോൺഫിഡൻസ് വരുന്നത് ഈ ബേസിക് എഡ്യൂക്കേഷനിൽ നിന്നാണ് കോൺഫിഡൻസ് വരുന്നത്. ഈ എഡ്യൂക്കേഷനിൽ തന്നെയാണ് കോൺഫിഡൻസ് വരുന്നത്. എഡ്യൂക്കേഷനിൽ തന്നെയാണ് നിങ്ങൾ പവർഫുൾ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാൾ പറയുന്ന കാര്യങ്ങൾ
ബാക്കിയുള്ളവർ കേൾക്കില്ല. ഞാൻ പറയുന്നത് വലിയ എഡ്യൂക്കേഷൻ അല്ല, ബേസിക് എഡ്യൂക്കേഷൻ. നിങ്ങളിപ്പോൾ 10th എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 10th വരെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ ബേസിക് എഡ്യൂക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ബേസിക് എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച സബ്ജക്റ്റൊക്കെ ഒരുവിധം നിങ്ങൾക്ക് എല്ലാം അറിയാം, കോൺസെപ്റ്റൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ബേസിക് എഡ്യൂക്കേഷനിൽ നിന്നാണ് നമ്മൾ മുന്നോട്ടുള്ള എഡ്യൂക്കേഷൻ വരുന്നത്. ആ ഒരു എഡ്യൂക്കേഷൻ എപ്പോഴും നിങ്ങളുടെ കോൺസെൻട്രേഷൻ വേറെ പോവാതെ, നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടമാണ്, പാട്ട്, കവിത ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം. ആ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല, നിങ്ങളുടെ ഭാവിയിൽ. കാരണം ആ സമയത്ത് നമ്മളോട് പറയും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല, പിന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ പിന്നെ മനസ്സിലായി എഡ്യൂക്കേഷൻ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം. കാരണം ഞാൻ ഈ പറഞ്ഞ ഇവിടെ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റും എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എഡ്യൂക്കേഷനിൽ കൂടെയാണ് നമ്മൾ പവർഫുൾ ആവുന്നത്, അല്ലേ? കാരണം എഡ്യൂക്കേഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും പവർഫുൾ ആവാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും വളരെ പവർഫുൾ ആയിട്ടുള്ള കുട്ടികളായിട്ട് വരണം. അപ്പോൾ എൻ്റെ സ്കൂളിൽ നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പവർഫുൾ ആയില്ലെങ്കിൽ അത് എനിക്കും കൂടെ ഒരു ഇതായിരിക്കും. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഗേൾസ് പവർ എന്ന് പറയുന്ന ഒരു ഇത്, അല്ലേ? ബോയ്സ് അവരത് പവർ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ അത്രയ്ക്ക് ഈക്വലി അല്ലെങ്കിൽ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള കുട്ടികളായിട്ട് വരണം. കാരണം നമ്മുടെ സ്കൂളിൽ കുട്ടികൾ പവർഫുൾ ആയാലേ അല്ലെങ്കിൽ ഗേൾസ് പവർഫുൾ ആയാലേ ഒരു രാജ്യത്തിന് വളരെ ഉന്നതിയിലെത്താൻ പറ്റുള്ളൂ. ഇതൊന്ന് ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, ഇപ്പം ആണോ എന്ന് എനിക്കറിയില്ല. ഒരു പ്രൈം മിനിസ്റ്റർ അവിടുത്തെ ഒരു ഗേളാണ്, വളരെ യങ് ആയിട്ടുള്ള ഒരു ഗേളാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ. നിങ്ങൾ നോക്കൂ, വേൾഡിലെ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ് ന്യൂസിലാൻഡിലുണ്ടായിരുന്ന ആ ലേഡി. അപ്പോൾ നിങ്ങൾക്കും ആവാൻ പറ്റും പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, എന്ത് വേണമെങ്കിലും ആവുന്നത് എഡ്യൂക്കേഷനിൽ നിന്നാണ്. കാരണം സ്കൂളിലുണ്ടായിരുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ടീച്ചേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി തന്നെയാണ് ടീച്ചേഴ്സ് പറയുന്നത്, അത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളപ്പോൾ മാക്സിമം സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുക, അതുപോലെ തന്നെ നന്നായി പഠിക്കുക. അപ്പോൾ ശരി, ഇപ്പോഴത്തെ വളരെ ഫ്രഷിലായിട്ട് വന്ന് ഇവിടെ ഇരുന്നത് കേട്ട എല്ലാ കുട്ടികൾക്കും എൻ്റെ താങ്ക്സ്. ഞങ്ങൾ കൂടെ ഒരുപാട് വന്നിരുന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. കാരണം ആ സമയത്ത് മക്കളെ എൻ്റെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് സന്തോഷം വരും. ചെറിയ ക്ലാസ്സിൽ 10th അങ്ങനെ തോന്നില്ല, കാരണം അത് പെട്ടെന്ന് പഠിച്ചേ പറ്റുള്ളൂ, പെട്ടെന്ന് എക്സാം എഴുതി വരുമല്ലോ. അപ്പോൾ അല്ലാതെ ഉള്ള ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ശരി, പ്രയോജനമില്ല എന്നൊക്കെ ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് നന്മ എന്തെങ്കിലും വരുത്തുമോ, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഉയർച്ച വരുത്തുമോ, നമുക്ക് സന്തോഷം തരുന്നതാണോ, വീട്ടുകാർക്ക് സന്തോഷം തരുന്നതാണോ, അതുകൊണ്ട് നല്ലതാണോ സംഭവിക്കുന്നതെന്നുണ്ടാവുമെങ്കിൽ ഉറപ്പായിട്ടത് തിരഞ്ഞെടുക്കാം. അതല്ല എന്ന് ഒരു 2-3 ദിവസം ഇപ്പോൾ ഒരു കാര്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്ന് വെച്ചോ, അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഭയങ്കര പവറാണ്. നമ്മൾ എത്ര ആലോചിച്ചിട്ട് നമുക്കറിയില്ല, കൺഫ്യൂഷനാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ആ കാര്യം ആലോചിച്ച് മനസ്സിലാലോചിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല, 4 ദിവസം അതിന് വെച്ചേക്കണം. ഒരു ഡിസിഷൻ എടുക്കരുത്, 4 ദിവസം വെയിറ്റ് ചെയ്യണം. 4 ദിവസം ആവുന്ന സമയത്ത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യും. കാരണം ഈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ആൾക്ക് എന്തൊക്കെയാണ് നല്ലത് ചെയ്യുക. ഈ 4 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ഡിസിഷൻ തനിയെ വരും. അപ്പോൾ ഈ മെച്യൂരിറ്റിയുടെ കാര്യം എന്ന് പറയുമ്പോൾ 9th സ്റ്റാൻഡേർഡിലുള്ള കുട്ടിക്ക് മെച്യൂരിറ്റി വേണ്ട, മെച്യൂരിറ്റി പിന്നെയാണ് വരുന്നത്. മെച്യൂരിറ്റി വേണ്ട, മെച്യൂരിറ്റി ഉള്ളത് നോർമൽ അല്ല, മെച്യൂരിറ്റി വേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കും മെച്യൂരിറ്റി വേണ്ട. ടീച്ചേഴ്സിനോട് പറയാൻ പറ്റുമെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കും. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നല്ല ആത്മാർത്ഥമുള്ള നല്ല ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഒപ്പീനിയൻ ചോദിക്കാം, അവർ പറയുന്ന കാര്യം ചെയ്യണമെന്നല്ല, കാരണം അവർക്കും മെച്യൂരിറ്റി ഇല്ല. അപ്പോൾ 4 ദിവസം അതിനെപ്പറ്റി ചിന്തിക്കാം. 4ാമത്തെ ദിവസം ഒരു ഉത്തരം കിട്ടും. അല്ലെങ്കിൽ വീട്ടുകാരോട് ചോദിക്കാം. കാരണം നമ്മുടെ അച്ഛനും അമ്മയുമാണ് നമുക്ക് ഈ ലോകത്ത് ആരൊക്കെ നന്മ ചെയ്താലും അച്ഛനും അമ്മയും മാത്രമേ, ആരൊക്കെ നന്മ ചെയ്യുന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയും മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ് നന്മ നമുക്കുണ്ടാകട്ടെ എന്ന്, നല്ല കാര്യം വരട്ടെ എന്ന് അച്ഛനും അമ്മയും മാത്രമേ വിചാരിക്കത്തുള്ളൂ. അവർ നമ്മളെ എത്ര വഴക്ക് പറഞ്ഞാലും, അവർ നമ്മളെ എന്തൊക്കെ